അധികൃതർ ഇടപെട്ടു. പുത്തൻചിറയിലെ 4 കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്നു. ശുദ്ധജല വിതരണ കണക്ഷൻ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. അംഗനവാടിക്ക് സമീപം നിൽക്കുന്ന കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തുന്നു. കൊടകര ചിറക്കഴയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ തണൽ മരമുള്ളത്. ചാലക്കുടി പുഴയിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുന്ന അതിരപ്പള്ളിയിലെ റിസോർട്ടിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇനിയും തുടർന്നാൽ റിസോർട്ടിനെതിരെ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അധികൃതർ ഇടപെട്ടു. പുത്തൻചിറയിലെ 4 കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്നു. ശുദ്ധജല വിതരണ കണക്ഷൻ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. കുടിവെള്ളം ലഭിക്കാതെ കുടുംബങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ള 4ഓളം കുടുംബങ്ങളാണ് പുത്തഞ്ചിറ പഞ്ചായത്തിലെ 8ാം വാർഡിൽ കൃഷിഭവന് സമീപം കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിൽ ജീവിച്ചിരുന്നത്. പഞ്ചായത്തും ജലനിധി അധികൃതരും വെള്ളം ലഭ്യമാക്കാൻ തയ്യാറായിരുന്നെങ്കിലും 4 കുടുംബങ്ങൾക്കും വഴിത്തർക്ക പ്രശ്നം മൂലം കുടിവെള്ള കണക്ഷൻ എടുക്കാനും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ഇത് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. പഞ്ചായത്ത് റോഡല്ലാതിരുന്നതിനാൽ ജലവിതരണ പൈപ്പിടാൻ അധികൃതർക്ക് സാധിക്കില്ലായിരുന്നു. തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കുടുംബങ്ങൾ മന്ത്രിയുടെ അദാലത്തിലും കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. അതായത് JCB വെച്ച് കീറാൻ അന്ന് സമ്മതിച്ചില്ല. നിലവില് കൈകൊണ്ട് കീറിക്കൊള്ളാൻ പറഞ്ഞു. ശേഷമുള്ള ചർച്ചയിലാണ്. പക്ഷേ അതിനുശേഷം ഈ JCB കീറാൻ വന്നതിന് ശേഷം പഞ്ചായത്തുമായിട്ടുള്ള ചർച്ചയിലാണ് ഈ കൈകൊണ്ട് കീറാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ കൈകൊണ്ട് കീറാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആളെ നിർത്തിന്ന് കീറി കഴിഞ്ഞപ്പോൾ പ്രായോഗികമായി നടക്കില്ല. കാരണം അടിയിൽ വലിയ കോറി വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് മൂടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിവസങ്ങളോളം എടുത്താലും അത് നടക്കില്ല. അപ്പോൾ JCB കൊണ്ട് തന്നെ കീറിക്കഴിഞ്ഞാൽ ഈ കക്ഷി മറ്റുള്ള കുടിവെള്ള കണക്ഷൻ ആവശ്യമായ ആളുകൾ അത് അന്ന് തന്നെ മൂടി, നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂടി കൊടുക്കാവുന്ന കാര്യമുള്ളൂ. പൈപ്പ് ലൈൻ സ്ഥാപിച്ച് അപ്പോൾ തന്നെ മൂടി അത് ബലപ്പെടുത്തി കൊടുക്കാൻ, അതിൻ്റെ മുകളിൽ കൂടെ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ വരെ ഈ കക്ഷികൾ തയ്യാറാണ്. ഇവിടെ നിലവിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ റോഡ് പൂർണ്ണമായിട്ടും തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് ഈ കക്ഷികൾ ഇപ്പോൾ ഈ കുടിവെള്ള കണക്ഷൻ ലഭിക്കുന്ന കക്ഷികൾ തയ്യാറാണ്. സമ്മതിക്കില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പഞ്ചായത്ത് ഇടപെട്ട് വഴിത്തർക്ക പ്രശ്നത്തിൽ പരിഹാരം കണ്ട് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, മറ്റു ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ 8ാം വാർഡിൽ റംല എന്ന ആ വ്യക്തിയുടെ കുടിവെള്ള കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ അദാലത്തിൽ പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഗ്രാമപഞ്ചായത്ത് ഈ വിവരം അറിയുന്നത്. അതിനെ തുടർന്ന് വിവിധ മീറ്റിങ്ങുകളിനകത്ത് ഇവിടെ കുടിവെള്ളം കൊടുക്കണം എന്ന തന്നെ ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് അടിയന്തരമായിട്ട് പഞ്ചായത്തിൻ്റെ റോഡല്ലാത്തതിനാൽ, ഒരു സ്വകാര്യ വ്യക്തിയുടെ റോഡായതിനാൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ചെയ്യാനേ സാധിക്കുള്ളൂ. അത് ഇന്ന് നമ്മൾ അവരെ എല്ലാവരെയും വിളിച്ച് 2-3 പ്രാവശ്യം നമ്മൾ പഞ്ചായത്തിൻ്റെ കോൺഫറൻസ് ഹാളിൽ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ജലനിധിയിലേക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന ഭരണസമിതി തീരുമാനം കൊടുക്കുകയും ഇന്ന് നമ്മളെല്ലാവരും കൂടെ എത്തി, വൈസ് പ്രസിഡന്റ് എത്തിച്ചേർന്നുണ്ട്, വാർഡ് മെമ്പർമാരെല്ലാവരും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അവർക്ക് കുടിവെള്ളം ലഭ്യമാകുന്നതാണ്. മീഡിയ ടൈം മാള. അംഗനവാടിക്ക് സമീപം നിൽക്കുന്ന കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തുന്നു. മരം മുറിച്ചു നീക്കി കുരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യത്തിന് നേരെ അധികൃതർ മുഖം തിരിക്കുകയാണെന്ന് ആക്ഷേപമുയരുന്നു. കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര കനകമല റോഡിൽ ചിറക്കഴയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ തണൽ മരമുള്ളത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഇവിടെ പ്രവർത്തിക്കുന്ന അംഗനവാടി കെട്ടിടത്തിന് 10 അടിയോളം മാത്രം അകലെയാണ് വർഷങ്ങളുടെ വളർച്ചയുള്ള വലിയ വാഗമരം തല ഉയർത്തി നിൽക്കുന്നത്. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അംഗനവാടിയിലെ ജീവനക്കാരുടെയും രക്ഷിതാക്കളുടെയും ഉള്ളിൽ ആധിയാണ്. കാറ്റിൽ മരം കടപുഴകുകയോ വലിയ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയോ ചെയ്താൽ വലിയ ദുരന്തമാണ് സംഭവിക്കുക. മരം മുറിച്ചു നീക്കുകയോ ശിഖരങ്ങൾ വെട്ടി നീക്കുകയോ ചെയ്യണമെന്ന് വർഷങ്ങളായി രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. പേരാമ്പ്രയിൽ നിന്ന് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വിശ്വാസികളും വട്ടേക്കാട് കനകമല പ്രദേശങ്ങളിലേക്കുള്ളവരും സഞ്ചരിക്കുന്ന റോഡിൻ്റെ സമീപത്തുള്ള ഈ വലിയ മരം യാത്രക്കാരുടെ ജീവനും ഭീഷണിയാണ്. 11 kV ലൈനിൻ്റേതടക്കമുള്ള വൈദ്യുതി കമ്പികളും ഈ മരത്തിന് ചുവട്ടിലൂടെയാണ് വലിച്ചിട്ടുള്ളത്.
സമീപത്തുള്ള വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരം ഭീഷണിയായി മാറിയിട്ടുണ്ട്. ദുരന്തത്തിന് കാത്തുനിൽക്കാതെ അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടകര. ചാലക്കുടി പുഴയിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുന്ന അതിരപ്പള്ളിയിലെ നിരാമയ സംരോഹ റിസോർട്ടിലേക്ക് ഡിവൈഎഫ്ഐ അതിരപ്പള്ളി മേഖല കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അതിരപ്പള്ളിയിലെ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്തുള്ള റിസോർട്ടിന് പുറകുവശത്തു കൂടിയാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ എത്തി സാമ്പിൾ പരിശോധനയ്ക്കെടുക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്നും പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ സമരം നടത്തിയത്. സമരക്കാരെ റിസോർട്ടിന് മുമ്പിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം കാണുകയും അതുവരെ റിസോർട്ടിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണം വേണമെന്നും പഞ്ചായത്ത് നൽകിയ പരാതിയിന്മേൽ റിസോർട്ടിനെതിരെ അതിരപ്പള്ളി പോലീസ് കേസെടുക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ സഹ ഉടമസ്ഥതയിലുള്ള റിസോർട്ട് മാനേജ്മെന്റ് തദ്ദേശ ഭരണകൂടവും വകുപ്പുകളും എടുക്കുന്ന നടപടികളും മുന്നറിയിപ്പുകളും കാറ്റിൽ പറത്തി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ ചാലക്കുടി പുഴയിലേക്ക് മാലിന്യം തുടർച്ചയായി ഒഴുക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇനിയും ഇത് തുടർന്നാൽ റിസോർട്ടിനെതിരെ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. CPM അതിരപ്പള്ളി ലോക്കൽ സെക്രട്ടറി KS സതീഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാഥ് CR, അജയ് ജനാർദ്ദനൻ, രമ്യ ബിനു, ജിനീഷ് VP തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പാലിയേക്കരയിൽ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. ഉപാധികളുടെ ടോൾ പിരിക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ ഏർപ്പെടുത്തുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്നും ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഫ്, ഹരിശങ്കർ V. മേനോൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. പാലിയേക്കരയിൽ ടോൾ പിരിവ് പരിഷ്കരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. കോടതി നിർദ്ദേശിച്ച എല്ലാ നടപടികളും പൂർത്തിയാക്കാനായി ടോൾ പിരിവ് ഉടൻ പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ആവശ്യപ്പെട്ടിരുന്നു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 6 മുതൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയായിരുന്നു. കാലിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി വിട്ടയച്ചു. അതിരപ്പള്ളി റേഞ്ചിലെ എരുമത്തടം ഭാഗത്താണ് കാട്ടാനയ്ക്ക് ചികിത്സ നൽകിയത്. പിന്നിലെ ഇടതുകാലിൽ വ്രണം രൂപപ്പെട്ടതിനെ തുടർന്ന് ആനയ്ക്ക് മയക്കുവെടി നൽകിയ ശേഷം 1.5 മണിക്കൂറോളം സമയമെടുത്താണ് വനംവകുപ്പ് ചികിത്സ നൽകിയത്. ഡോക്ടർ ഡേവിസ് അബ്രാഹം, ഡോക്ടർ മിഥുൻ, ഡോക്ടർ ബിനോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. 11:30 മയക്കത്തിൽ നിന്നും ഉണർന്ന ആന വനത്തിലേക്ക് കയറിപ്പോയി. 15 വയസ്സുള്ള കൊമ്പനാണ് ചികിത്സ നൽകിയത്. ആനയെ നിരീക്ഷിക്കാനായി 5 സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചയാളെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് കൊടുങ്ങല്ലൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. മേത്തൽപ്പാടം സ്വദേശികളായ കാട്ടുകണ്ടത്തിൽ വീട്ടിൽ അനീഷ് കുമാർ, മനയത്ത് വീട്ടിൽ പ്രജീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI സാലിം, KCPO അമൽദേവ് എന്നിവർ പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ TKS പുരത്തെ ബാറിന് സമീപം വെച്ച് മദ്യലഹരിയിൽ അശ്രദ്ധമായി കാർ ഓടിച്ചു വന്ന കൊടുങ്ങല്ലൂർ മേത്തൽപ്പാടം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ സനീഷിനെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയപ്പോൾ കാറിലുണ്ടായിരുന്ന പ്രതികൾ അറസ്റ്റ് ചെയ്ത പ്രതിയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI സാലിം K, GSI ബാബു, SPO കിഷോർ ചന്ദ്രൻ, ഡ്രൈവർ CPO അമൽദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ആസ്റ്റർ മെഡിസിറ്റി മാള ഹെവൻസ് വില്ലേജുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഓർത്തോ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ കൈമാറി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നൊരു ചെറിയ വീട് പണിയണമെങ്കിൽ നമ്മൾ എത്രമാത്രം റിസ്ക് എടുക്കണം. അതിന് മാത്രം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ട് അത്താണിയായി ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു അത്താണിയാവാനായിട്ട് ഒരു സ്വർഗത്തിലേക്ക് കടന്നു വരാൻ പ്രാപ്തരാക്കുന്ന, അതായത് എനിക്ക് തോന്നുന്നു 1-ാം തീയതി 2-ാം തീയതി ഉദ്ഘാടനം എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ന്യൂ ജനറേഷൻ മേഖലയിലൊക്കെ നമ്മൾ വളർന്ന് പന്തലിച്ചു. പക്ഷേ നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും സംരക്ഷിക്കാനും നോക്കാനുള്ള ചുമതലയൊക്കെ നമ്മുടെ അറ്റുപോയി.
ഹെവൻസ് വൈസ് മാനേജർ നാസർ KM നാസർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം വർഗീസ് കാനൂത്തറ, ആസ്റ്റർ മെഡിസിറ്റി DM ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലത്തീഫ് ഗാസിമിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ്, വാർഡംഗം വർഗീസ് കാഞ്ഞുത്തറ എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. KM സദറുദ്ദീൻ, സതീഷ് GB, PK അബ്ബാസ്, VA സലാഹുദ്ദീൻ, KV നൌഷാദ്, VS ജമാൽ എന്നിവർ സംസാരിച്ചു. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റൻസ് പദ്ധതിയുടെ ഭാഗമായി വഴിയോര ലോട്ടറി വിൽപ്പനക്കാർക്ക് ബീച്ച് കുടകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പ്രശാന്ത് മേനോൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം ഡിസ്ട്രിക്റ്റിന്റെ പുതിയ ഒരു ചരിത്രമാണ് എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന പദ്ധതി. ഇത് അതിൽ ഒരു പ്രൊജക്റ്റാണ് ഈ അംബ്രല്ല അല്ലെങ്കിൽ ലോട്ടറി കച്ചവടക്കാർക്ക് എലിഫന്റ് അംബ്രല്ലയും ലോട്ടറി ബാഗും നൽകി അവർക്കൊരു കുടുംബ ജീവിത വരുമാന മാർഗം സൃഷ്ടിക്കപ്പെടുക എന്ന പദ്ധതി. ഇതിനപ്പുറത്തേക്ക് ഈ തൃശ്ശൂർ പാലക്കാട് ഇറങ്ങുന്ന ഡിസ്ട്രിക്ട് 380യുടെ ഏത് പ്രദേശത്തുള്ള ആൾക്കാർക്കും ജോലി ലഭിക്കുന്നതിനും ഏത് പ്രദേശത്തുള്ള കമ്പനികൾക്കും ജോലിക്കാരെ ലഭിക്കുന്നതിനും ആദ്യമായി ഡിസ്ട്രിക്ട് 380 ഒരു എംപ്ലോയ്മെന്റ് പോർട്ടൽ ഈ വർഷം മുതൽ നമ്മൾ ആരംഭിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ജീജ ദേവസി, പീറ്റർ പാറേക്കാട്ട്, സാലി പീറ്റർ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. ചേലക്കര സെന്ററിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷണം പോയ കേസിൽ 3 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിദിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ്, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവർക്കെതിരെയാണ് ചേലക്കര പോലീസ് കേസെടുത്തത്. ചേലക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി കൊടുത്ത പരാതിയിലാണ് കേസെടുത്തത്. കൊടിമരം കൊണ്ടുപോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് കൊടകര അഡീഷണൽ ICDSന്റെ നേതൃത്വത്തിൽ പോഷൻ മാ പോഷക മാസാചരണത്തിന്റെ ഭാഗമായി പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പോഷകാഹാര പ്രദർശനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര അഡീഷണൽ ശിശു വികസന പദ്ധതി ഓഫീസർ സുധർമണി G പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, കൊടകര ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ PM സൗമ്യ, മറ്റത്തൂർ പഞ്ചായത്ത് ICDS സൂപ്പർവൈസർ സുധാകുമാരി, കൊടകര അഡീഷണൽ സൈക്കോ സോഷ്യൽ കൗൺസിലർമാരായ സ്റ്റെല്ല, ദീപ്തി, ജിനി എന്നിവർ നേതൃത്വം നൽകി. അംഗൻവാടി വർക്കർമാർ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികൃതർ ഇടപെട്ടു. പുത്തൻചിറയിലെ 4 കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്നു. ശുദ്ധജല വിതരണ കണക്ഷൻ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. അംഗനവാടിക്ക് സമീപം നിൽക്കുന്ന കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തുന്നു. കൊടകര ചിറക്കഴയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ തണൽ മരമുള്ളത്. ചാലക്കുടി പുഴയിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുന്ന അതിരപ്പിള്ളിയിലെ റിസോർട്ടിലേക്ക് DYFI പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇനിയും തുടർന്നാൽ റിസോർട്ടിനെതിരെ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.